ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്കിന്ന് ഒരുപാട് ഉണ്ണിയപ്പം ആക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ ഒരു ഗ്ലാസ്സുകാരന് അഥവാ 2 ഗ്ലാസ് പച്ചരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ആദ്യം തന്നെ പച്ചരി ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായി കഴുകിയെടുത്ത് അത് അരിച്ചെടുത്തിട്ട് ഊറ്റിയെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 600 ഗ്രാം ശർക്കര എടുത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി എടുക്കലാണ്. അപ്പോഴേക്കും നേരത്തെ വെള്ളമൂറാനായി വെച്ച അരി പൊടിച്ചെടുക്കലാണ്. ചെറിയ തരിതരികളായിട്ട് വേണം പൊടിച്ചെടുക്കാൻ, അധികം മിനുസപ്പൊടിയാക്കരുതേ. അതിൽ ഒരു 5-6 ഏലക്കായും കൂടി ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കണം. അതിലേക്കൊരു 250 ഗ്രാം മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. കൈകൊണ്ട് നന്നായി എല്ലാ ഭാഗവും ഒരുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത ഈ പൊടിയിലേക്ക് ചൂടോടെ തന്നെ ശർക്കര പാനി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു കട്ട പോലുമില്ലാതെ നന്നായി മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അധികം കട്ടിയിൽ ഈ കൂട്ടാക്കരുത്, കുറച്ച് ലൂസിലാണ് ആക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കട്ടി കൂടുതലുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കണം. ഏകദേശം ഇതേ പരുവത്തിൽ വേണം കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി. എന്നിട്ട് അതിലേക്ക് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് അപ്പക്കൂട്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുക്കണം. എന്നിട്ടത് അപ്പക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്തെല്ലാം നന്നായി ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം അപ്പക്കൂട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മളെ അപ്പം പൊങ്ങി വരുന്നത് കാണാട്ടാ. ഞാൻ പറഞ്ഞ ഈ അളവിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ഒന്നാം തരം അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇത്ര പണിയില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന്. ശരിക്കും സൂപ്പറാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിന് കേട്ടോ. നല്ല ഒരേപോലെ ഒന്നിച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബായ്.